ബൈബിളിൽ 40 ഒരു സാധാരണ നമ്പർ അല്ല. ഇതൊരു സമയത്തെയോ ദിവസത്തെയോ സൂചിപ്പിക്കുന്ന ഒരു നമ്പർ എന്നതിന് അധികം അപ്പുറത്ത് ഇത് ഈ 40 ബൈബിളിൽ ടെസ്റ്റിൻ്റെ സമയമാണ്, പരീക്ഷണത്തിൻ്റെ സമയമാണ്, പരിശോധനയുടെ സമയമാണ്, പ്യൂരിഫിക്കേഷൻ്റെ ശുദ്ധീകരണത്തിൻ്റെ സമയമാണ്, അതുപോലെ തന്നെ ഒരുക്കത്തിൻ്റെ സമയമാണ്, അതുപോലെ തന്നെ ആത്മീയമായിട്ട് ദൈവം ഒരാളെ വളർത്താനോ ഉയർത്താനോ ആഗ്രഹിക്കുമ്പോൾ ദൈവം ഒരുക്കാനെടുക്കുന്നൊരു സമയമാണ് 40 ദിവസം. ബൈബിള് നമ്മൾ കാണുമ്പോൾ പരിശോധിക്കുമ്പോൾ കാണുന്നൊരു കാര്യം, ഒരു മാസീവായ ഷിഫ്റ്റ് രക്ഷാകര ചരിത്രത്തിൽ എവിടെ ദൈവം വരുത്തിയിട്ടുണ്ടോ, ഉദാഹരണത്തിന് അന്ന് വരെ പൊക്കൊണ്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ദൈവജനത്തെ അടുത്ത ഒരു തലത്തിലേക്ക് ദൈവം എവിടെല്ലാം രക്ഷാകര ചരിത്രത്തിൽ ഉയർത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു പുതിയ ഉടമ്പടി ദൈവജനവുമായിട്ട് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ അടുത്ത ഒരു ആത്മീയ തലത്തിലേക്ക് ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആ സമയത്ത് ദൈവം അവരോട് നിർദ്ദേശിക്കുന്ന, ആത്മാവിൽ നിർദ്ദേശിക്കുന്ന ഒരുക്കത്തിൻ്റെ സമയമാണ് 40 ദിവസം. അതായത് ഞാൻ വളരെ ലളിതമായി നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു സ്പിരിച്വൽ അപ്ഡേറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ റാങ്ക്, സ്പിരിച്വൽ റാങ്ക് കൂട്ടിക്കിട്ടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളിലൂടെ വലിയ ദൈവിക കാര്യങ്ങൾ സംഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ഒരുങ്ങാൻ ബൈബിൾ നിർദ്ദേശിക്കുന്ന ഏറ്റവും കുറഞ്ഞ സമയത്തിൻ്റെ പേരാണ് 40 ദിവസം. അതുകൊണ്ട് തന്നെ അസാധാരണമായ ഒരു ആത്മീയ വളർച്ച 40 ദിവസം കൊണ്ടുണ്ടാവും. പഴയ മനുഷ്യനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് തകർത്ത് പുതിയ മനുഷ്യനെ ദൈവം പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയമാണ് 40 ദിവസം. ഞാൻ ബൈബിളിൽ 40 ദിവസം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ, അല്ലെങ്കിൽ കർത്താവ് രക്ഷാകര വഴിയിൽ എങ്ങനെയാണ് ഈ 40 ദിവസത്തെ ഉപയോഗിച്ചത് എന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. 40 ദിവസം ഇസ്രായേൽക്കാർക്ക് മരുഭൂമിയിലൂടെ ദൈവം അനുവദിച്ച ആ യാത്രയുടെ സമയമാണ് നമുക്കറിയാം. ആ യാത്ര വാഗ്ദത്ത നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് അവർ പരിശോധിക്കപ്പെട്ട സമയമാണ്. ഇറ്റ്സ് എ പീരീഡ് ഓഫ് ടെസ്റ്റ്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ അടുത്ത ആത്മീയ തലങ്ങളിലേക്കും കുടുംബത്തിൻ്റെ അടുത്ത ഒരു വളർച്ചയുടെ തലത്തിലേക്കുമൊക്കെ ഉയർത്താൻ ആഗ്രഹിക്കുമ്പോൾ ഇതൊരു പരിശോധനാ സമയമാണ്. ദൈവസന്നിധിയിൽ വിശ്വസ്തരാണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന വിശ്വസ്തതയുടെ തെളിവായി നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയുന്ന ആ പരിശോധനയുടെ സമയമാണ് ഈ ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിലെ 40 വർഷത്തെ യാത്ര. ഇനി മോശയുടെ ജീവിതത്തിലേക്ക് വന്നാൽ, മോശ 40 രാവും 40 പകലും തനിയെ സിനായി പർവ്വതത്തിൻ്റെ മുകളിൽ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യാതെ ദൈവത്തോടൊപ്പമായിരുന്നു. പുറപ്പാട് പുസ്തകം 34:28 നമ്മളത് കാണുന്നത്. ഈ 40 ദിവസത്തെ ആഴമായ പ്രാർത്ഥനയുടെ സമയം മോശയെ സംബന്ധിച്ച് ഇസ്രായേൽ എന്ന ജനതയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകളും നിയമങ്ങളും പ്രാപിക്കാനും ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കും, പ്രത്യേകിച്ച് സമാഗമ കൂടാരം പോലെയുള്ള ആരാധനാലയം നിർമ്മിക്കാനുമെല്ലാം മോശയെ ദൈവം പ്രിപ്പയർ ചെയ്ത, മോശയുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ് എന്ന് വിളിക്കാവുന്ന ഒരു സമയമാണ് ഈ 40 ദിവസം. ഇനി രണ്ടാമത് ബൈബിളിൽ 40 ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന മറ്റൊരു വ്യക്തിയാണ് ഏലിയ. ജെസബലിൽ നിന്ന് ജീവൻ സംരക്ഷിക്കാൻ ആഗ്രഹിച്ച് ഏലിയ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് മാലാഖ ഏലിയായ്ക്ക് അപ്പവും വെള്ളവും അത്ഭുതകരമായി കൊണ്ടു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ കുർബാനയുടെ നിഴലാണത്. അങ്ങനെ ഈ അപ്പം ഭക്ഷിച്ച് ശക്തി പ്രാപിച്ച, ശക്തനായി മാറിയ ഏലിയ മരുഭൂമിയിലൂടെ 40 രാവും 40 പകലും സഞ്ചരിച്ച് ഹോറേബ് മലയിൽ, മോശ പ്രാർത്ഥിച്ച അതേ സീനായ് മല തന്നെയാണ് ഹോറേബ് മലയിൽ എത്തിച്ചേരുകയും അവിടെ ദൈവത്തിൻ്റെ സ്വരം, ഒരു മൃദുലമായ ഒരു സംഭാഷണം കേൾക്കുകയും ചെയ്യുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിൻ്റെ ഒരുക്കമായി ഏലിയായ്ക്കുണ്ടായ വലിയ ഒരു ആത്മീയ അപ്ഡേറ്റാണ് ഈ 40 ദിവസത്തെ ഏലിയായുടെ ഉപവാസം. ഇനി നമ്മൾ 40 ദിവസവുമായിട്ട് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് കർത്താവ് 40 രാവും 40 പകലും മരുഭൂമിയിൽ ഉപവസിക്കുന്നതായി മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു, അവിടെ പിശാചിനെ പരാജയപ്പെടുത്തി, അവിടെ നിന്ന് യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവുമായി തൻ്റെ
പരസ്യ ജീവിതം ആരംഭിക്കുകയും ദൈവരാജ്യത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്യുന്നു. നാലാമതായി 40 ദിനം ബൈബിളിൽ കാണുന്നത് നിനവേ നിവാസികളോട് യോന നടത്തുന്ന പ്രവചനത്തിലാണ്. യോനായുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം. ഇനി 40 ദിവസത്തിനുള്ളിൽ നിനവേ നശിപ്പിക്കപ്പെടുമെന്ന് യോന പറയുമ്പോൾ ഈ നിനവേ വാസികൾ വിജാതീയരാണ്. അവർ ആ സ്വരം കേൾക്കുകയും അവർ ഉപവസിക്കുകയും അവർ പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്ത് നിനവയുടെ മേൽ ദൈവം വെച്ചിരുന്ന ശിക്ഷാവിധി മാറിപ്പോയതായി നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ കാലിക ശിക്ഷകൾ ഇല്ലാതാവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ആ പരിശോധനയുടെ സമയം അവസാനിക്കാനും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കുറയാനുമൊക്കെ നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ ശിക്ഷാവിധികൾ മാറിപ്പോവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സമയമാണ് ഈ 40 ദിവസം. ഇനി മറ്റൊരു ഉദാഹരണമാണ് നോഹയുടെ കാലത്തുണ്ടായ പ്രളയം. ആ പ്രളയത്തിൽ മഴ പെയ്തത് 40 രാവും 40 പകലുമാണെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതായത് പ്രളയത്തിൽ പാപത്തിൽ മുങ്ങിക്കിടന്ന ഒരു മാനവജാതിയെ ദൈവം വൈപ്പ് ഔട്ട് ചെയ്യുകയാണ്, തുടച്ചു മാറ്റുകയാണ്. അവിടെ നോഹയിലൂടെ പുതിയ സൃഷ്ടി ആരംഭിക്കുകയാണ്. നമ്മുടെ ജീവിതമാണ് ഈ പ്രളയത്തിൽ മുങ്ങിപ്പോകുന്നത്. ഏത് ജീവിതം? പാപം നിറഞ്ഞ, പാപത്തിൻ്റെ തകർച്ചകൾ കൊണ്ടുവന്ന, പാപം കൊണ്ടുവന്ന അസ്വസ്ഥതകൾ പേറുന്ന, നമ്മുടെ ജീവിതത്തിലെ നാശവും ദുരിതവും തകർച്ചയും വരുത്തുന്ന എല്ലാ കാര്യങ്ങളും പ്രളയജലത്തിൽ ഒഴുകിപ്പോകുന്നത് പോലെ ഒഴുകിപ്പോയി നമ്മൾ നോഹയുടെ കാലത്തെന്ന പോലെ ഒരു പുതിയ സൃഷ്ടി ആരംഭിക്കാൻ, ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ ദൈവം തരുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു സമയമാണ് 40 ദിവസം. ഇനി അവസാനമായിട്ട് നമ്മൾ 40 ദിവസം കാണുന്നത് ഈശോ ഉത്ഥാനം ചെയ്തതിന് ശേഷം ഈശോയുടെ സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരെ യേശു പരിശീലിപ്പിച്ച സമയമാണ് 40 ദിവസം. ഈ 40 ദിവസം ഉത്ഥാനം ചെയ്ത ഈശോ ശിഷ്യന്മാരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾ നന്നായിട്ട് ഈ 40 ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്താൽ നമുക്കെല്ലാവർക്കും ആത്മീയ വെളിച്ചങ്ങൾ, പുതിയ വെളിച്ചം ദൈവം തരും. ഈശോ അനേക കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. ഉത്ഥാനം ചെയ്ത ഈശോ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് താൻ ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ജീവിക്കുന്ന യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ കാണാനും സ്പർശിക്കാനും കർത്താവിനോട് സംസാരിക്കാനും കർത്താവിൻ്റെ സ്വരം കേൾക്കാനും അങ്ങനെ ദൈവത്തെ അനുഭവിക്കാനും നമുക്ക് ഈ 40 ദിവസം കുറെ കൂടി ആഴമായി സാധിക്കും എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ 40 ദിവസത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഈ കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഈ 40 ഡേയ്സ് ഇതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ സമയമായിരിക്കും. നിങ്ങളുടെ കുടുംബം മുൻപെങ്ങുമില്ലാത്തതുപോലെയുള്ള ഒരു ആത്മീയ ഭൗതിക വളർച്ചയിലേക്ക് കടന്നു വരുന്നതിന് ഈ ബിബ്ലിക്കൽ ടൈം പീരീഡ് നമ്മളെ സഹായിക്കും. ഞാൻ ഒറ്റ വാക്കിൽ ഇതിനെ സംഗ്രഹിച്ചാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു സമയതാളത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ 40 ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരുക.